ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവരുടെ ഫാമിലിയിൽ ഉണ്ടായ ചെറിയൊരു പ്രശ്നം, ചെറുതല്ല, അത്യാവശ്യം വലിയൊരു പ്രശ്നം നമ്മളെല്ലാവരും കണ്ടതാണ്. കസിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ചെളി വാരി എറിയുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഏറ്റവും അവസാനം ഇവർ അവരവരുടെ വീഡിയോ യൂട്യൂബിൽ നിന്ന് മുക്കി ആ ഒരു പ്രശ്നത്തിന് ഒരു അറുതി വരുത്തിയിരിക്കുകയാണ്. പിന്നീട് ആരും അതിനെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുന്നതായി നമ്മൾ കണ്ടിട്ടില്ല. ഒരു പോസ്റ്റിന്റെ രൂപത്തിലോ വീഡിയോയുടെ രൂപത്തിലോ ഒന്നും അതിനെപ്പറ്റി ഒരു അക്ഷരം പോലും ഒരു വ്യക്തി പോലും സംസാരിച്ചിട്ടില്ല. അന്ന് അഹാന ഏറിപ്പോയതാണ്, പിന്നെ ഇതുവരെ താഴെ ഇറങ്ങിയൊന്നും അറിയില്ല. എന്നാൽ ഇപ്പോ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഡാർക്കസ്റ്റ് ഓഫ് ദ ഡാർക്കസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകുന്ന തരത്തിലുള്ള സംസാരം ഈ അമ്മ സംസാരിച്ചു എന്നുള്ള തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം അത്രയും വൃത്തികെട്ട വർത്താനം അമ്മമ്മയുടെ വായിന്ന് വന്നിട്ടുണ്ട്. നമ്മൾ അന്ന് ആ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നൊരാൾ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ഈ അമ്മൂമ്മ എന്താണ് ഇവരുടെ അടുത്ത് പറഞ്ഞത് എന്നുള്ള കാര്യം എൻ്റെ അടുത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വോയിസ് അടക്കം എന്നെ കേൾപ്പിച്ച് തന്നിട്ടുള്ളതാണ്. അതൊരിക്കലും പുറത്ത് പറയാൻ കേൾപ്പിക്കാൻ കൊള്ളത്തില്ല. അത്രയും വൃത്തികെട്ട രീതിയിലാണ് അവർ സംസാരിച്ചെടുക്കുന്നത്. അപ്പം ഇപ്പൊ ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, സിന്ധു കൃഷ്ണ കഴിഞ്ഞ ദിവസം ഒരു വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വ്ലോഗിനകത്ത് ഈ കാര്യത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്. രണ്ട്, സിന്ധു കൃഷ്ണയുടെ ചാറ്റ് കുറെ സ്ഥലങ്ങളിലായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് റെഡിറ്റിൽ. മൂന്ന്, സിന്ധു കൃഷ്ണയുടെ ചാറ്റിൽ കൂടെ ഈ അമ്മുമ്മ അപ്പൂപ്പനെ തല്ലുന്ന ഒരു CCTV ഫൂട്ടേജും സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ ഈ സിന്ധു കൃഷ്ണയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇവരുടെ വ്ലോഗിനകത്ത് എന്താണ് ഇവർ പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം. എനിക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻസോ നമ്മുടെ സൈഡിന്റെ ഒരു ക്ലാരിഫിക്കേഷൻസോ ഒന്നും തരാൻ ഞാൻ വലുതായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ഈ പിടിച്ചോണ്ട് നിൽക്കുന്ന എന്റെ ഈ ഒരു മൊബൈലിനകത്ത് ഇതെല്ലാം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എല്ലാം എനിക്കുണ്ട്. But then I will not do it. I don't think I will do it ever. I don't think I'll ever do it. But then personally, നമ്മൾ അറിയാന്നുള്ള ഒരു എല്ലാവർക്കും ഒരുവിധം ഞങ്ങളുമായിട്ട് കണക്ഷൻ ഉള്ള, ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയാലും എന്റെ കുട്ടികളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയാലും നമ്മൾ ക്ലോസ് ആയിട്ട് അറിയാന്നുള്ള പീപ്പിൾ ഹു റിയലി മാറ്റർ ടു അസ്, അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ള എവറിബഡി നോസ് ദിസ്, ബിക്കോസ് ഇത് വൺ ഡേയിലെ ഒരു കാര്യമല്ല. ദിസ് ഇസ് സംതിങ് ദാറ്റ്സ് ബീൻ ഹാപ്പനിങ് ഫോർ ഓവർ എ ലോങ് ടൈം. തൻ്റെ മൊബൈലിനകത്ത് തൻ്റെ കുടുംബത്തിന് നിരപരാധിത്വം തെളിയിക്കാൻ, അവരുടെ ഭാഗത്ത് ഒരു കുറ്റവുമില്ല എന്ന് തെളിയിക്കാൻ പാകത്തിനുള്ള എല്ലാ തെളിവുകളും ഉണ്ടെന്നാണ് സിന്ധു കൃഷ്ണ പറയുന്നത്. പക്ഷെ അതൊരിക്കലും ഞാൻ പുറത്തോട്ട് വിടുകയോ അതിനെപ്പറ്റി സംസാരിക്കുകയോ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ ഇവർ തന്നെയാണ് പല ആളുകൾക്കും ഈ കാര്യങ്ങൾ എന്താണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് CCTV ഫൂട്ടേജ് അടക്കം അയച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് റെഡിറ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ കയറുക, റെഡിറ്റ് എന്ന് അടിക്കുക, അതാണ്ട് റെഡിറ്റ് ഓപ്പൺ ചെയ്യുക, സിക്രി CCTV എന്നടിക്കുക. സിക്രി എന്ന് പറഞ്ഞാൽ സിന്ധു കൃഷ്ണയുടെ സിയും കൃഷ്ണകുമാറിന്റെ ക്രിയും, അവിടുത്തെ കോഡ് വേർഡ് ഇതാണ്, സിക്രി എന്നാണ്. അടിച്ചു കഴിഞ്ഞാൽ ഇതാണ്ട് ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു CCTV ഫൂട്ടേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഫൂട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ അച്ഛൻ, മരിച്ചുപോയ പുള്ളി, ആൻഡ് അവിടെ ഇരിക്കുന്നത് അവരുടെ അമ്മുമ്മ. സിക്രി ഈ സെൻഡിങ് മദർ CCTV വീഡിയോ ടു സ്ട്രേഞ്ചേഴ്സ് എന്നും പറഞ്ഞിട്ടാണ് ഈ സാധനം സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഈ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ പോയി കണ്ടിരുന്നാൽ മതി. വലിയ കാര്യമൊന്നുമില്ല. ഈ അമ്മുമ്മ ഈ അപ്പൂപ്പനെ ചെരുപ്പ് കൊണ്ട് ഇങ്ങനെ അടിക്കുന്നത്, ദേഹത്ത് കൊള്ളുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല, പക്ഷെ അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട് അവർ. ഈ CCTV ഫുട്ടേജ് ഇവർ പല ആൾക്കാർക്ക്, ഇതിനകത്ത് വന്നേക്കുന്ന ക്യാപ്ഷൻ സ്ട്രേഞ്ചേഴ്സിന് അയച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇവർക്ക് പരിചയമില്ലാത്ത ആൾക്കാർക്ക് കാര്യം ചോദിച്ചു ചെല്ലുന്നവർക്ക് ഇവർ അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ സാധനം സർക്കുലേറ്റ് ചെയ്യുന്നത്, ഈ റെഡിറ്റിനാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് ഇവരുടെ അറിവില്ലാതെ ഇവർ അയച്ചു കൊടുക്കുന്നതല്ല, ഇവരുടെ അറിവോട് കൂടി തന്നെ ഇവർ അയച്ചു കൊടുക്കുന്നതാണ്. ഇത് സിന്ധു കൃഷ്ണയുടെ ചാറ്റിൽ നിന്ന് പോയേക്കുന്ന സ്ക്രീൻഷോട്ടും വീഡിയോയുമാണ്. ഇതിന്റെ അടിയിൽ താണ്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, പുള്ളിക്കാരന്റെ സർജറിക്ക് കുറച്ച് ദിവസം മുമ്പ് തന്റെ അമ്മ അച്ഛനെ ഇങ്ങനെ തല്ലിയിട്ടുണ്ടായിരുന്നു, അതിന്റെ CCTV ഫൂട്ടേജ് ആണ്. പുള്ളിക്കാരനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും അമ്മയെടുത്ത് ഫൈറ്റ് ചെയ്യാറുണ്ട് എന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വീഡിയോയും ഇവർ അയച്ചു കൊടുത്തിട്ടുള്ളത്. ഇവരുടെ ഫോണിൽ എല്ലാ തെളിവുകളും ഉണ്ട്. അത് പുറത്ത് പറയാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ഇവർ തന്നെ എന്തിന് ഇങ്ങനെയൊക്കെ ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതിനേക്കാളും നല്ലത് ആ യൂട്യൂബിനകത്ത് വന്നിരുന്നെങ്കിൽ പറയുന്നതായിരുന്നു. ഈ പ്രശ്നങ്ങൾ തുടരാൻ താല്പര്യമില്ല എങ്കിൽ, ഇതൊരു ചർച്ചാ വിഷയമാകാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ എന്തിന് നിങ്ങളുടെ വ്ളോഗിൽ വന്നതിനെ പറ്റി സംസാരിക്കുന്നു? പുറത്ത് വിടാൻ താല്പര്യമില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്, പുള്ളിക്കാരത്ത് തന്നെ പുറത്ത് വിടുകയും ചെയ്യുന്നുണ്ട്. എന്റെ പൊന്നെ വെച്ച് നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്ക്. ഈ CCTV ഫൂട്ടേജ് കണ്ടു കഴിഞ്ഞാൽ അമ്മൂമ്മയുടെ കയ്യിൽ പത്ര വെടിപ്പല്ലെന്ന് നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ ചെറുത്. ഈ CCTV ഫൂട്ടേജിനകത്ത് സത്യം പറഞ്ഞ ഒന്നുമില്ല. ഇവരുടെ വോയിസ് ഞാൻ കേട്ടിട്ടുണ്ട്, അന്നേരം അതിൻ്റെ അകത്ത് എനിക്ക് മനസ്സിലായി ഇവർ ഏത് ലെവലാണ് സംസാരിക്കുന്നതെന്ന്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഈ അമ്മൂമ്മയുടെ വായിരിക്കുന്ന സംസാരവും ഈ കൊച്ചുമക്കളുടെ കയ്യിരിക്കുന്ന സംസാരവും എല്ലാം വിടക്ക് തന്നെ. ഒരു ഫാമിലി മൊത്തം ഇങ്ങനെ
സുഹൃത്തുക്കളാവുമോ? ഇവർ മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഈ അമ്മുമ്മ തെറ്റ് ചെയ്താലും ഈ മക്കള് തെറ്റ് ചെയ്താലും ഈ കാര്യങ്ങൾ ആര് ചെയ്താലും അത് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നാറുന്നത് ഇവരുടെ കുടുംബം തന്നെയാണ്. ഇപ്പോഴും നാറിക്കൊണ്ടിരിക്കുന്നതും ഇവരുടെ കുടുംബം തന്നെയാണ്. ഈ വീഡിയോടൊപ്പം തന്നെ ഇവർ പലർക്കും അയച്ചു കൊടുത്ത സ്ക്രീൻഷോട്ടും പുറത്തു വരുന്നുണ്ട്. ഇതാണ് ആ സ്ക്രീൻഷോട്ട്. ഞാൻ അധികം കാണിക്കാൻ നിൽക്കുന്നില്ല. ഇതിനകത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈ ഫാദർ കമ്മിങ് ഹിയർ ടു സ്ലീപ്പ് വിത്ത് മീ ആൻഡ് മൈ ഡോട്ടർ. ഇതാണ് ഈ തള്ള പറഞ്ഞത് എന്നാണ് സിന്ധു കൃഷ്ണ പറയുന്നത്. ഇവരുടെ വീട്ടിൽ ജോലി ചെയ്ത ഒരു വ്യക്തി എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം ഈ മുത്തശ്ശി പറയുന്ന ആ ഒരു വോയിസ്, കഴിഞ്ഞ വീഡിയോയിൽ അഹാന പറഞ്ഞ് ആ വോയിസിന്റെ ഒരു ഭാഗം എന്നെ കേൾപ്പിച്ചു. ഈ അമ്മൂമ്മ പറയുന്ന ആ വോയിസ്, എക്സാക്ട് ആ സെയിം വോയിസ് എന്നെ കേൾപ്പിച്ചു. ഇപ്പൊ ഈ മെസ്സേജിനകത്ത് ഇവർ പറഞ്ഞതിനേക്കാളും മോശമായിട്ടാണ് അവർ ആ സ്ത്രീ പറഞ്ഞിരിക്കുന്നത്. അതെന്താണെങ്കിലും പബ്ലിക്കായിട്ട് വന്ന് പറയാൻ കൊള്ളൂല. അത്രയും വൃത്തിയായിട്ട രീതിയിലുള്ള കാര്യമാണ്. ഈ ഒരു സബ്ജക്റ്റിൽ നല്ലത് എന്ന് പറയുന്ന ഒരു കാര്യമില്ല. രണ്ട് കൂട്ടരുടെയും ഭാഗത്ത് നല്ല രീതിയിലുള്ള തെറ്റുകളുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയ തെറ്റുകൾ ചെയ്ത ആരാണെന്ന് മാത്രം നോക്കിയാൽ മതി. ഈ അമ്മുമ്മ എന്ന് പറയുന്ന സ്ത്രീയുടെ വായിൽ നിന്ന് വരുന്ന വർത്താനം വളരെ വെഗഡ് പിടിച്ച വർത്താനമാണ്. ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അമ്മൂമ്മ മാത്രമല്ല, കൊച്ചുമക്കളാണെങ്കിലും കൊച്ചുമക്കളുടെ വായിന്ന് വരുന്നതും തൊട്ടി വർത്താനങ്ങൾ തന്നെ. അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ എൻ്റെ വീഡിയോ ഇടയിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, മണി കാണ്ട് ബൈ ക്ലാസ്. കറക്റ്റാണ്, വളരെ ശരിയാണ്. പണം ഉണ്ടെന്ന് വിചാരിച്ച് ഒരു ക്ലാസ് ആവാൻ പറ്റൂല. അതിന് കുറച്ച് ക്വാളിറ്റി വേണം. ആ ഒരു ക്വാളിറ്റി രണ്ടു കൂട്ടർക്കുണ്ടെന്ന് തോന്നുന്നില്ല. എനിക്ക് പേയ്മെന്റ് വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ ആകെ ആലോചിച്ചു ഇത്രയേ ഉള്ളൂ. എനിക്കങ്ങനെ ഒരുപാട് വലിയ എമൗണ്ട് കിട്ടണം എന്നൊന്നും എനിക്ക് തുടക്കത്തിൽ ഒരു ആഗ്രഹമൊന്നുമില്ല. ഞാൻ മനസ്സിലാലോചിക്കുന്നത് ഐ ഷുഡ് ഗെറ്റ് an amount which I will be able to spend for my parents. എന്റെ പാരന്റ്സിന് വേണ്ടി എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റണം. കാരണം അന്ന് വരെയും ഈ യൂട്യൂബ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ കാലം വരെയും യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു എനിക്ക് പേയ്മെന്റ് ഒക്കെ കിട്ടി തുടങ്ങിയത് ഒരു 2021 ഒക്കെ ആയിട്ടായിരിക്കും നാച്ചുറലി. കാരണം ഞാൻ 2020 എൻഡിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എനിക്കൊരു ആദ്യമായിട്ട് എന്റെ ഒരു ചെറിയൊരു പേയ്മെന്റ് ഒക്കെ എനിക്ക് ആദ്യം കിട്ടി തുടങ്ങിയത് 2021 അത് പിന്നെയാണ് ഇറ്റ് സ്റ്റാർട്ടഡ് ഗോയിങ് അപ്പ്. അപ്പൊ ആ ഒരു കാലഘട്ടം വരെയും എന്റെ പാരന്റ്സിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരുന്ന എന്റെ സൈഡിൽ നിന്നുള്ള ഹെൽപ്പുകളെല്ലാം, ഞങ്ങൾക്കൊരു അഡ്വർടൈസിങ് കമ്പനി ഉണ്ടായിരുന്നു, അതിൽ നിന്നുള്ള ഒരു പേയ്മെന്റ് എടുത്തോ എന്റെ കുട്ടികൾ തരുന്നതോ അല്ലെങ്കിൽ കിച്ചു തരുന്നതോ ഒക്കെ ആയിട്ടുള്ള പേയ്മെന്റ് എടുത്തായിരുന്നു ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തിരുന്നത്. അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അന്നൊക്കെ ഞാൻ അങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത്. അപ്പം പലപ്പോഴും എനിക്ക് തന്നെ ചില സമയത്ത് ഇപ്പൊ അവർക്ക് എന്തെങ്കിലും കൂടുതൽ ഹെൽപ്പ് ചെയ്യേണ്ടി വരുന്ന മാസങ്ങളിലൊക്കെ എനിക്ക് തന്നെ ഒരു ഗിൽറ്റി ഫീലിംഗ് ആവും. നമ്മുടെ വീട്ടിൽ ഇത്രയും ചെലവുകൾ ഉള്ളപ്പോൾ ഐ എം ഡൂയിങ്. അപ്പൊ തന്നെ ഒരിക്കൽ പോലും കിച്ചു ആയാലും എന്റെ കുട്ടികളായാലും ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചിട്ടില്ല ലൈക്ക് വൈ ആർ യു സ്പെൻഡിങ് സോ മച്ച് ഫോർ ദം. ദേ നെവർ ആസ്ക്ഡ്. ഒരിക്കലും ചോദിച്ചിട്ടില്ല. ബിക്കോസ് അതങ്ങനെ ആയിരുന്നു. ബിക്കോസ് നാച്ചുറലി എന്താണ് മൈ ഫാദർ ഹാഡ് ഗിവൺ മീ എ വെരി വെരി കംഫർട്ടബിൾ ലൈഫ് ആൻഡ് ഓൾ ദാറ്റ്. സോ ഒരിക്കലും ആരും ചോദിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് എപ്പോഴും ഒരു ഗിൽറ്റ് കാണുമല്ലോ. നമുക്ക് ഇങ്ങനെ എടുത്തൊക്കെ അവർക്ക് വേണ്ടി ഒരു പരിധിക്കപ്പുറം ഞാൻ ചെലവാക്കുമ്പോൾ എന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ഗിൽറ്റ് കാണും. പക്ഷെ ഞാൻ when I started earning I was thinking അപ്പ എനിക്കിനി അവർക്കൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഗിൽറ്റ് തോന്നേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് ആരോടും പറയണ്ടല്ലോ ഈ മാസം അവർക്ക് ഇത്രയാണ് ഞാൻ ചെലവാക്കിയത്. എനിക്ക് ആരോടും പറയണ്ട. ഐ ഡിഡ്ന്റ് ഹാവ് ടു കൺവിൻസ് എനിബഡി. ഇവർ ഒരുപാട് പൈസ ഇവർക്ക് വേണ്ടിയിട്ട്, ഈ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുണ്ട്. സംഭവം ശരിയാണ്. പല രീതിയിലും ചികിത്സയ്ക്കാണെങ്കിലും അല്ലാതുള്ള കാര്യങ്ങൾക്കാണെങ്കിലും ഹോം നേഴ്സിനെ വെക്കാനൊക്കെ ആണെങ്കിലും ഒരുപാട് പൈസ ചെലവാക്കിയിട്ടുണ്ട്. ഇവർ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കൂടുതലും അപ്പൂപ്പന് വേണ്ടിയിട്ടാണ് ചെലവാക്കിയിട്ടുള്ളത്. മേ ബി പുള്ളിക്കാരന് അസുഖം ഉണ്ടായിരിക്കും, ഹോസ്പിറ്റൽ ചെലവ് സാധാരണ അമ്മൂമ്മയ്ക്ക് ചെലവാക്കുന്നതിനേക്കാൾ കൂടുതലും അപ്പൂപ്പന് ചെലവാക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് അവിടെ. പക്ഷെ അമ്മൂമ്മ എന്ന് പറയുന്ന സ്ത്രീക്ക് വേണ്ടിയിട്ട് ചെലവാക്കിയ കാര്യങ്ങളൊന്നും അധികം പറയുന്നില്ല. ഹോം നേഴ്സിനെ വെക്കുന്നതും ഒക്കെ ഈ പറയുന്ന അപ്പൂപ്പനെ നോക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പുള്ളിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, പുള്ളിയെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുവന്നു, അതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പൈസ ഇവർ ചിലവാക്കുന്നുണ്ട്. എന്നാൽ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾക്കൊന്നും ഉള്ള ഒരു മുട്ടും ഇവർ വരുത്തിയിട്ടുമില്ല. പക്ഷെ അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവർ ചിലവാക്കി കണക്കുകൾ പറയുന്നുണ്ട്, പക്ഷെ പൈസ ചിലവാക്കി കഴിഞ്ഞാൽ എല്ലാം ആയോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. ഈ അമ്മുമ്മ എന്ന് പറയുന്ന സ്ത്രീ ഈ കുട്ടികളെ, തൻവി ആണെങ്കിലും അതുപോലെ തന്നെ KK ഫാമിലിയിലെ പിള്ളേരെ ആണെങ്കിലും കണ്ട രീതി രണ്ടും രണ്ടാണ്. പക്ഷെ അപ്പൂപ്പന്റെ കാര്യം വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു പുള്ളി രണ്ടുപേരെയും ഈക്വലായിട്ടാണ് കണ്ടിട്ടുള്ളത്. ആ ഒരു റിയാക്ഷൻ ആണ് അവിടെ നിന്ന് തിരിച്ചും വന്നിട്ടുള്ളത്. അവരുടെ ഭാഗത്ത് നിന്നും ഇവരെ രണ്ടുപേരെയും രണ്ടായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. തൻവിയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ അമ്മുമ്മ തൻവിക്ക് ഒരുപാട് സ്നേഹവും കരുതലും കൊടുത്ത് വളർത്തിയതുകൊണ്ട് തൻവിക്ക് അമ്മുമ്മയോട് ഒരു സ്നേഹം എക്സ്ട്രാ ഉണ്ട്. പക്ഷെ ബാക്കിയുള്ളവർ വെച്ച് നോക്കുമ്പോൾ തൻവിക്ക് കൊടുത്ത കെയറോ കാര്യങ്ങളൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അപ്പൂപ്പൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും ഒരു ചരിവ് അപ്പൂപ്പൻ്റെ അടുത്തോട്ടുണ്ടാവും. ഒരു എക്സ്ട്രാ സ്നേഹവും കെയറും കരുതലും ഇവർക്ക് അപ്പൂപ്പൻ്റെ അടുത്ത് ഉണ്ടാവും. പിന്നെ അമ്മുമ്മയുടെ വായും കൂടെ നന്നാവണം അവർ നോക്കണമെങ്കിൽ. അതും ആ രീതിയിലായതുകൊണ്ട് ഈ
അപ്പൂപ്പന് കൊടുത്തിട്ടുള്ളത് പോലെ ഒരു രീതിയിലുള്ള കരുതലും പണമല്ലാതെ പണത്തിനപ്പുറം ഒന്നും കൊടുത്തിട്ടില്ലെന്നാണ് എനിക്ക് ഇതിനകത്ത് മനസ്സിലായിട്ടുള്ളത്. മേ ബി അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ തള്ള ഇവരോട് കാണിക്കുന്നതും. എല്ലാ ദിവസവും ഡ്രൈവർ വരും, അപ്പൂപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, പുള്ളിയുടെ കാര്യങ്ങൾ നോക്കും, ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകും, അവിടെ നിന്ന് ഇവരുടെ വീട്ടിൽ കൊണ്ടുപോകും, ഫുഡ് കൊടുക്കും. അമ്മൂമ്മ വേറെ വീട്ടിലിരിക്കുകയാണ്. ആ സമയത്താണ് മറ്റേ മെസ്സേജ് അയക്കുന്നത്, നീ മറ്റേ പുള്ളിയെ അവിടെ വെച്ചേക്കുന്നത് ഇമാതിരി കന്നന്തിരിവ് ഈ തള്ള പറയുന്നത്. അതിനെന്തെങ്കിലും റീസൺ ഉണ്ടോ? നോ ഐഡിയ. അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടാണോ ഇവരെങ്ങനെ പറഞ്ഞതെന്നോ നമുക്കറിയില്ല. ഇതിൻ്റെ ഒരു പാർട്ട് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. മേ ബി അതുകൊണ്ടായിരിക്കണം ഈ അമ്മൂമ്മ എന്ന് പറയുന്ന സ്ത്രീ ഇവരോട് ഇത്ര വൈരാഗ്യം വെച്ച് പെരുമാറുന്നത്. അല്ലെങ്കിൽ ഇവരെ നമ്മൾ അറിയാത്ത വലിയ വലിയ എന്തെങ്കിലും കഥകൾ ഉണ്ടായിരിക്കും. അതും അല്ലെങ്കിൽ ഈ അമ്മൂമ്മ ഒരു നാർസിസ്റ്റിക് ആയിരിക്കണം. എല്ലാത്തിന്റെ പിന്നിലും there are agendas and certain things. ഇപ്പൊ ഈ ഒരു സംഭവം ഇപ്പൊ ഇങ്ങനെ ഒരു സിംഗിൾ വീഡിയോ പോലെ വന്നില്ലായിരുന്നെങ്കിൽ ഓവർ ദ എന്താണ് വരാൻ പോകുന്ന മറ്റു പലരുടെയും വീഡിയോസിലൂടെ ലിറ്റിൽ ബിറ്റ് ഓഫ് സർട്ടൺ തിങ്സ് കൂടെ ആക്കുമ്പോൾ എന്ന് നിങ്ങളൊക്കെ ചോദിക്കും, എന്ത് പറ്റി എന്താ അമ്മയുടെ അടുത്ത് പോകില്ലേ, അമ്മ എന്താ നിങ്ങളെ കാണുന്ന വീഡിയോസിൽ കാണുന്നില്ലല്ലോ. സോ അതുപോലത്തെ ടോക്സ് വുഡ് ഹാവ് കം ത്രൂ ഔട്ട്. ഇനിയിപ്പോ എന്തായാലും ആരും വന്ന് എന്റെ അടുത്ത് ചോദിക്കത്തില്ലല്ലോ, ലൈക്ക് വീട്ടില് എന്താ അമ്മ വരാത്ത. അപ്പൊ ഓൾ ഐ ക്യാൻ സേ ഇസ് ഫോർ ദ ടൈം ബീങ് കുറച്ച് നാളത്തേക്ക് എന്തായാലും ഐ എം എക്സ്ട്രീംലി ഹേർട്ട്. സോ കുറച്ച് നാളത്തേക്ക് അറ്റ്ലീസ്റ്റ് things will not be all that okay, and maybe time സമയം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹീലറാണ്. സമയം കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ വിതിൻ ദ ഫാമിലി, ദർ ആർ പോസിബിലിറ്റീസ്, കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാമായിരിക്കാം. ഇനി അങ്ങോട്ട് ഐ വിൽ ബി റെഗുലർലി ഡൂയിങ് മൈ വീഡിയോസ്. ഇതൊരു അജണ്ടയാണെന്നാണ് പുള്ളിക്കാരത്തിയുടെ വാദം. എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്വി മനഃപൂർവ്വമാണ് ഈ ഒരു സബ്ജക്റ്റ് ഇവിടെ എടുത്തിട്ടത്. ആ ഒരു ടോണിലാണ് സിന്ധു ആന്റിയുടെ സംസാരം. ഇത് സിന്ധു കൃഷ്ണ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. ഇതിനു മുമ്പ് അഹാന ഇട്ട എക്സ്പ്ലനേഷൻ വീഡിയോയ്ക്കകത്തും അഹാനയും ഇതേ കാര്യം പറയുന്നുണ്ടായിരുന്നു. കുറച്ച് നാളുകളായിട്ട് തന്വിയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഇടുന്ന പോസ്റ്റുകളിൽ നിന്നൊക്കെ അവർക്ക് മനസ്സിലാവുന്നത് എന്തോ കുത്തി പറയുന്നത് പോലെ, പെരുമാറുന്നത് പോലെ തന്വി ചെയ്യുന്നു എന്നുള്ളതാണ് അഹാന അന്ന് പറഞ്ഞത്. പക്ഷെ തന്വി പറയുന്നത് താൻ ആ ഒരു ഇന്റൻഷനോട് കൂടി അല്ല ഇട്ടത്, എന്താണ് കാര്യം എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ എന്ന്. എന്ത് തേങ്ങാക്കൊലയാണെങ്കിലും കാണുന്ന ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരേ ഒരു കാര്യം, എല്ലാം പാമ്പുകളാണ്, അവസരം കിട്ടിയാൽ കൊത്താൻ വേണ്ടി തന്നിരിക്കുകയാണ്. ഇത്രയും കാലം ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് ഇവർക്ക് ഹേറ്റേഴ്സ് സോഷ്യൽ മീഡിയയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, ഇവരുടെ കുടുംബത്തിനകത്തും ഇവർക്ക് നല്ല ഹേറ്റേഴ്സ് ഉണ്ട്, നല്ല ശത്രുക്കളുണ്ട്. അതാണ് ചെയ്തതായിരിക്കും തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്വഭാവം അങ്ങനെയാണല്ലോ. അതാണ് ഇപ്പൊ ഈ അജണ്ട എന്നൊക്കെ വന്ന് പറയുന്നത്. ആരും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല, എല്ലാം പാമ്പുകൾ തന്നെ. ആൻഡ് ഇപ്പൊ വലിയൊരു ഡിസ്കഷൻ നടക്കുകയാണ്, എല്ലാ വീട്ടിലും ഒരു അമ്മു വേണോ ഇല്ലേ എന്നുള്ളൊരു കാര്യം. ഇത് ഞങ്ങളും ഉണ്ടാക്കിയ ഒരു വേർഡിങ് അല്ല. അമ്മു ഞങ്ങൾക്കും എനിക്കും അല്ലെങ്കിൽ എന്റെ പാരന്റ്സിനും ചുറ്റുമുള്ളവർക്കും ഒക്കെ വേണ്ടി പലതും ചെയ്യുന്നത് ഓവർ ദ ഇയേഴ്സ് പലരും അനലൈസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞൊരു കാര്യമാണ്. അല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയൊരു മോട്ടോ അല്ല. മറ്റു വീടുകളിൽ അങ്ങനെ ഒരു അമ്മു വേണോ വേണ്ടേ എന്നൊക്കെ ഉള്ളത് ആൾക്കാർക്ക് അറിയാം. പക്ഷെ എനിക്ക് എന്റെ ലൈഫിൽ ഒരു അമ്മു വേണം. ഷീസ് എ വണ്ടർഫുൾ ഗേൾ. എന്താണെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊരു അമ്മു വേണ്ട, ഇങ്ങനൊരു അമ്മുവും വേണ്ട, ഇങ്ങനൊരു അമ്മൂമ്മയും വേണ്ട. ഒരു താല്പര്യമില്ല ഇങ്ങനെയുള്ള സാധനങ്ങളെ ഒരു കുടുംബത്തിൽ വേണം എന്ന് ആഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. പഞ്ചായത്തിൽ പോലും ഇങ്ങനെയുള്ള ഒരു ഇത് വേണ്ട എന്നാണ് എൻ്റെ പേഴ്സണൽ ആഗ്രഹം. ഇതോടൊപ്പം തന്നെ പുള്ളിക്കാരത്തി ഒരു സ്റ്റോറിയും ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ലെവൽ ഓഫ് മാനിപ്പുലേഷൻ, സ്റ്റോറി ട്വിസ്റ്റ്, പ്ലേ വിക്ടിം കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമാണ് ഇട്ടേക്കുന്നത്. ആരെ ഉദ്ദേശിച്ചാണ്, എന്താ ഉദ്ദേശിച്ചതെന്ന് കൂട്ടി വായിക്കാൻ മനസ്സിലാവും. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ഇതിനകത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഫാമിലി മാറ്ററാണ്. ഈ പ്രശ്നങ്ങൾ എവിടുന്ന് തുടങ്ങി എവിടെ അവസാനിച്ച് നിൽക്കുന്നു എന്നുള്ള ക്ലാരിറ്റി ഒന്നും ഇത് കണ്ടുകൊണ്ടിരിക്കാൻ ജനങ്ങൾക്കില്ല. ഒരു കൂട്ടർ വന്ന് അവരുടെ ഭാഗം പറയുന്നു, മറ്റൊരു കൂട്ടർ വന്ന് അവരുടെ ഭാഗം പറയുന്നു. രണ്ടു കൂട്ടർക്കും അവരുടേതായിട്ടുള്ള ശരികൾ അവർക്കുണ്ട്, രണ്ടു കൂട്ടർക്കും അവരുടേതായിട്ടുള്ള തെറ്റുകളും അവർക്കുണ്ട്. ഇത് നമ്മൾ കാണുന്നു, നമ്മുടെ ഒരു ജഡ്ജ്മെന്റിൽ നമ്മൾ എത്തുന്നു. ഇന്ന ആൾക്കാരുടെ ഭാഗത്താണ് തെറ്റ്, ഇന്ന ആൾക്കാരുടെ ഭാഗത്താണ് ശരി എന്നുള്ളത്. രണ്ടു കൂട്ടരെയും സപ്പോർട്ട് ചെയ്യുകയും രണ്ടു കൂട്ടരെയും എതിർക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വ്യക്തികൾ അനുസരിച്ച് ഓരോരുത്തരുടെ ശരികളും തെറ്റുകളും മാറി മറിയും. എൻ്റെ ഒപ്പീനിയൻ അല്ലെങ്കിൽ എൻ്റെ ശരി തെറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് രണ്ടു കൂട്ടരുടെ ഭാഗത്തു നിന്നും തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഒന്ന്, അമ്മൂമ്മയുടെ കയ്യിലിരിപ്പ് റെഡിയല്ല. ആ സ്ത്രീയുടെ വായിൽ നിന്ന് വരുന്ന വെറും വൃത്തികെട്ട വർത്താനമാണ്. അതേ നാണയത്തിൽ കൊച്ചുമക്കൾ തിരിച്ച് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അമ്മൂമ്മയും കൊച്ചുമക്കളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാതാവും. രണ്ടാമത്തെ കാര്യം സിന്ധുകൃഷ്ണ ചെയ്തതാണ്. ഇതിനകത്ത് കൊച്ചുമക്കളെ അല്ല ഇടപെടുത്തേണ്ടത്, അവർ വന്ന് പറയണമായിരുന്നു. സിന്ധുകൃഷ്ണ ചെയ്ത എന്താണ്, ഇവര് പറയേണ്ട സ്ഥാനത്ത് അഹാനെ കൊണ്ട് പറയിപ്പിച്ചു. എന്നിട്ട് ഇവർ ക്യാമറയുടെ
ബാക്കിൽ ഇരുന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനല്ല, ഇങ്ങനെ പറഞ്ഞുകൂടി, ഇങ്ങനെ പറഞ്ഞുകൂടി. സത്യത്തിൽ ഇവരായിരുന്നു വന്നിരുന്ന ആ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇവർ രണ്ട് കൂട്ടരും വന്നിട്ട് ഇവരുടെ ഭാഗത്തെ ശരികൾ മാത്രമേ പറയുന്നുള്ളൂ. ഇവർ പറഞ്ഞതൊന്നും ആരും കാണിക്കുന്നില്ല, ആരും പറയുന്നുമില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരാണ് ഇവർ പറയുന്നത് എടുത്തിരുന്നത്. സോ എന്താണെങ്കിലും ഇതിനകത്ത് ഒരു നന്മ എന്ന് പറയുന്ന സാധനം ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. രണ്ട് കൂട്ടരുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. സോ അതുകൊണ്ട് കൂടുതൽ ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആൻഡ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ വീഡിയോയുടെ അടിയിൽ വന്ന കമന്റ് അത്യാവശ്യം ഒരു ലെന്തി കമന്റ് ആണ്. ഇത് ഇപ്പം നമ്മുടെ റെഡിറ്റിനകത്ത് കിടന്ന് കറങ്ങുന്നുണ്ട്. ഈ കമന്റ് ഇപ്പം സിന്ധു കൃഷ്ണയുടെ വീഡിയോയുടെ അടിയിൽ കാണാൻ പറ്റില്ല, അവരത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കമന്റ് ഞാനൊന്ന് വായിക്കാം. ആൻറ്റി, ഐ ഫീൽ ബാഡ് ഫോർ യു. പക്ഷേ ഇതാണ് നിങ്ങളുടെ കർമ്മ. ദൈവം ആദ്യം പന പോലെ വളർത്തും, പിന്നെ നിലത്തിടും. നിങ്ങൾ പണ്ട് ഒതുക്കി തീർത്ത ബുള്ളിങ് ഇഷ്യൂ ഓർമ്മയുണ്ടോ? അതിലെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ നിന്ന ഒരു വിക്ടിമാണ് ഞാൻ. എന്റെ മെന്റൽ ഹെൽത്ത്, കോൺഫിഡൻസ് ഒക്കെ നിങ്ങളുടെ മകളുടെയും നിങ്ങളുടെയും അഹങ്കാരം കാരണം എത്രത്തോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയാം. സന്തോഷമായിട്ട് ജീവിച്ചു തീർക്കേണ്ട കുറെ ഇയേഴ്സ് പോയി കിട്ടി. തെറാപ്പി, ബോഡി ഇമേജ് ഇഷ്യൂസ്, ലോ സെൽഫ് എസ്റ്റീം, ആങ്സൈറ്റി ഒക്കെ ആയിട്ടുള്ള കോൺസ്റ്റന്റ് ഫൈറ്റ് ആയിരുന്നു. നിങ്ങളുടെ ആവറേജ് ഡാൻസേഴ്സ് ആയ മകൾക്ക് ഡാൻസിലെ സെന്റർ സ്റ്റേജിൽ നിങ്ങൾ പിടിച്ചു വാങ്ങിയപ്പോൾ സ്വന്തം കഴിവിനെ വേണ്ടത്ര അംഗീകാരം കിട്ടാതെ പോയ കുറച്ച് പേരുണ്ട്. പാസീവ് ബോഡി ഷേമിംഗ്, സ്കിൻ ടോണിനെ പറ്റിയുള്ള കമന്റ്സ്, നിങ്ങൾ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു പാസിംഗ് ജോക്ക് ആയിരിക്കും. എത്ര ഇന്റൻസീവ് ആണ് ഇതൊക്കെ എന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കും. പക്ഷെ ഇപ്പോ കേരളം മൊത്തം നിങ്ങളെ ബുള്ളി ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് ശരിക്കും ഒന്നേ പറയാനുള്ളൂ, കർമ്മ ഈസ് എ ബൂമറാങ്. നിങ്ങളുടെ പൊങ്ങച്ചം, എലൈറ്റിസ്റ്റ് മെന്റാലിറ്റി ഒക്കെ തിരിച്ചടിക്കും, നോക്കിക്കോ. കോൺഫിഡൻസ് ആകാം, ഓവർ കോൺഫിഡൻസ് ആകരുത്. ഇനിയുള്ള കാലമെങ്കിലും കുറച്ച് ഹംബിൾ ആൻഡ് റിയാലിറ്റി ഊന്നി ജീവിക്കുക. അഹാന ബാഷിംഗ് her own cousin using a major life trauma which was life changing for her and expecting public support for it is delusional. അതിനുവേണ്ടി ഒന്നും തൻവി ചെയ്തിട്ടില്ല. This itself is an example of how intensive and delulu you are. Ammuma is toxic, but the moment Ahana decided to abuse her back and withdraw all supports, അതിപ്പം അഹാന slept with അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ പോലും ബ്രാക്കറ്റിലാണ്, you became the same evil that Ammuma is. You should give her mental health support and get help for yourself. അതെങ്ങനെ? പഠിക്കേണ്ട സമയത്ത് അത് ചെയ്തില്ല. മക്കളെല്ലാം ആക്ട്രസ് ആകാൻ നടന്ന് അവർക്ക് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുത്ത് പഠിപ്പിച്ചില്ല. പഠിക്കാൻ മിടുക്കികൾ അല്ലെങ്കിലും കുറച്ച് പൊതുബോധമെങ്കിലും ഉണ്ടായേനെ. ഇതിപ്പം അതും ഇല്ലാതായിപ്പോയി. മെന്റൽ ഹെൽത്ത് അവയർനെസ് ഒക്കെ ആരോട് പറയാൻ? അപ്പം ഇവർ പണ്ട് ബോഡി ഷേമിങ് ചെയ്തത് അല്ലെങ്കിൽ അടിച്ചൊതുക്കിയ ഏതോ കൊച്ചു വന്ന് എൻ്റെ അടി കമന്റ് ഇട്ടേക്കുന്നതാണ്. പഴയ ഇഷ്യൂ എനിക്ക് വലിയ ധാരണയില്ല. പക്ഷെ ഞാനൊരു വീഡിയോ ഇവിടെ വെക്കാം. അതിന് ചേരുന്നതായിരിക്കണം വസ്ത്രം, വൾഗർ ആകരുത് അധികം എന്നൊക്കെ ഇപ്പോഴും ഞാനും പറയുന്ന കൂട്ടത്തിലാണ്. പിന്നെ ഒരു പോയിന്റ് വരും, ഏതോ ഒരു പ്രായം വരെ ഞങ്ങളല്ലേ പിള്ളേർക്ക് ഡ്രസ്സ് വാങ്ങി കൊടുത്തോണ്ടിരുന്നത്. അതുവരെയല്ല നമ്മള് ആ ഒരു ഇതിൽ നിൽക്കുന്ന കാര്യം. അവര് ഏൺ ചെയ്യുന്നു, അവര് വാങ്ങിക്കുന്നു, അവരെ ഡ്രസ്സ്. നമ്മള് ജപ്പാനിലൊക്കെ പോയ സമയത്ത് ഹൻസിക രാവിലെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുമ്പോൾ ഇതേ ഡ്രസ്സ് നമ്മൾ കാണുന്നത്, നമ്മൾ കണ്ടിട്ടില്ല, അവരെവിടെ നിന്ന് വാങ്ങിക്കുന്നതാണ്. അപ്പൊ അവർക്ക് അവരുടേതായ ഫ്രീഡം ഉണ്ട്. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവരിടുന്നു. ആസ് ലോങ് പിന്നെ ഭാഗ്യത്തിന് ഈ പിള്ളേരൊക്കെ കുറച്ച് മിരിങ്ങിരിക്കുന്ന പിള്ളേരാണ്ട് പൊതുവെ ഡ്രസ്സ് ഇട്ട വലിയൊരു ആൾക്കാരൊക്കെയൊന്നും വരാറില്ല. ചിലർക്ക് ദ ലാസ്റ്റ് ഡയലോഗ്. ഭാഗ്യത്തിന് ഈ പിള്ളേരൊക്കെ മെലിഞ്ഞിരിക്കുന്നതായതുകൊണ്ട് ഡ്രസ്സ് ഇട്ടാൽ അധികം വൾഗാരിറ്റി ഇല്ല എന്ന്. ഇച്ചിരി തടിച്ചിരിക്കുന്ന ആളുകളുടെ ഡ്രസ്സ് ഇട്ടാൽ എന്ത് വൾഗാരിറ്റിയാണോ നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. തൻ്റെ മക്കളൊക്കെ മെലിഞ്ഞിരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇതാണ് ഇവരുടെ മെന്റാലിറ്റി. മേ ബി ആ കമന്റിനകത്ത് പറഞ്ഞേക്കുന്ന ഈച്ച് ആൻഡ് എവറി കാര്യങ്ങളും ശരിയായിട്ടുള്ള കാര്യമായിരിക്കും. വളരെ അൺഹെൽത്തി ആയിട്ട് ഫുഡ് കഴിച്ച് നമ്മുടെ ഹെൽത്ത് നോക്കാതെ തരത്തിലുള്ള വണ്ണം ഇങ്ങനെ വെക്കുന്നത് എനിക്കും ഒട്ടും താല്പര്യമുള്ള പരിപാടിയൊന്നുമല്ല. പക്ഷെ അതിനെ ഒരു ബുള്ളിങ് ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. നമുക്ക് അത്രയും പേഴ്സണൽ ആയിട്ട് ഇഷ്ടമുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ പറയാറുണ്ട്, എടാ ഹെൽത്തൊക്കെ കുറച്ച് നോക്കണം, ഫുഡൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്യണം. നമുക്ക് അത്രയും പേഴ്സണലായിട്ട് അറിയാവുന്ന അത്രയും സ്നേഹമുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ വളരെ സ്നേഹത്തോടെ പറയാറുണ്ട്. അതൊരിക്കലും അവരെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ബുള്ളി ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നും പറയുന്നതല്ല. അവർ ഹെൽത്തി ആയിട്ടിരിക്കണം എന്ന ആഗ്രഹത്തിന് പുറത്ത് പറയുന്നതാണ്. പക്ഷെ അതിനെ ഒരിക്കലും ഒരു ബുള്ളിങ് ആയിട്ടുള്ള രീതിയിൽ ഞാൻ പറയാറില്ല. അതുപോലെ തന്നെ നമുക്ക് അറിയാത്ത ആളുകളുടെ അടുത്തും നമ്മൾ പറയാറില്ല, നിനക്ക് എന്ത് വണ്ണം. ആ ഒരു സ്പേസ് ഉള്ള സ്ഥലത്ത് മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. പക്ഷെ ഇവരുടെ സംസാരം എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇവരുടെ മക്കളൊക്കെ ഭയങ്കര കിടിലം, മെലിഞ്ഞിരിക്കുന്നുണ്ട്, ഭയങ്കര ഡ്രസ്സൊക്കെ ഇടാൻ ഭയങ്കര രസമാണ്, ആ രീതിയിലുള്ളതാണ്. അപ്പൊ എന്താണെങ്കിലും പഴയത് ചെയ്തതിനും പറഞ്ഞതിനും എല്ലാം കൂടെ ചേർത്തിട്ടായിരിക്കും ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിവില്ലാത്ത മക്കളെ ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ പിടിച്ചിരുത്തുന്നതും ബാക്കിയുള്ളവരെ ഇതുപോലെ ബുള്ളി ചെയ്യുന്നതും എല്ലാം കൂടെ ചേർത്തിട്ട് ഇപ്പം സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ടല്ലോ.
അതുകൊണ്ടായിരിക്കണം ആ പെങ്കൊച്ച് വന്ന് ഇതുപോലെ കമന്റ് ഇട്ടേക്കുന്നത്. കൂടുതലൊന്നും പറയാനില്ല. അപ്പൊ ശരി, ബൈ.